browsing ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വിത്തൗട്ട് പെയ്ഡ് പ്രൊമോഷൻ. നമ്മുടെ ചാനലിലെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ടൈറ്റിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എത്ര ദിവസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം, അത് എത്ര വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ് ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. കമൻറ്റിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സജഷൻ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ കാറ്റഗറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഒരു ബിഗിനറിന് എങ്ങനെ ഒരാഴ്ച കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്കിപ്പോൾ മുകളിൽ കാണാം. അപ്പോൾ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സെറ്റായിരിക്കും. അപ്പോൾ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചാനലിലെ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഗ്രോത്ത് തന്നെയാണ്, നിങ്ങളൊരു സെക്കൻഡ് പാർട്ടായിട്ട് കണ്ടാൽ മതി. നമ്മൾ ആ വീഡിയോ പറഞ്ഞ് നിർത്തി ഈ പറയുന്ന പോലെ പെയ്ഡ് പ്രൊമോഷനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ എത്രത്തോളം ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയ്ഡ് പ്രൊമോഷനൊന്നുമില്ല, എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോ യൂട്യൂബ് എങ്ങനെ ഒരാളിലേക്ക് സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരാളുടെ ബ്രൗസിംഗ് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വിത്തൗട്ട് പെയ്ഡ് പ്രൊമോഷൻ. അപ്പോൾ ഇതിന് നിങ്ങൾ വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി. ഈ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ വേറെ ആളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നല്ല റെസ്പോൺസ് കിട്ടുന്ന ഒരു ചാനലായിരിക്കണം. റെസ്പോൺസ് എന്ന് ഉദ്ദേശിച്ചത് ലൈക്ക് ആവട്ടെ, ഡിസ്ലൈക്ക് ആവട്ടെ, കമൻ്റ് ആവട്ടെ, നമ്പർ ഓഫ് വ്യൂസ് ആൾക്കാർ കാണുന്ന എല്ലാം ആവട്ടെ, വാച്ച് അവർ ആവട്ടെ, എല്ലാം കൂടെ നോക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പോലെ റെസ്പോൺസ്. പിന്നെ വേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പിന്നെ നല്ല പ്രോപ്പർ ടൈമിങ്. പ്രോപ്പർ ടൈമിംഗ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിങ്, അതിൻ്റെ ഒരു നല്ല കൺസിസ്റ്റൻസി. അപ്പോൾ ആദ്യം പറയാനാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കണം. ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന പോലെ വെർച്വൽ ക്വാളിറ്റി ആവട്ടെ, ഓഡിയോ ക്വാളിറ്റി ആവട്ടെ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ എടുക്കുന്ന വീഡിയോ നല്ല ക്വാളിറ്റിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് കാണാനായിട്ട് ഈ പറയുന്ന പോലെ കാണാൻ തോന്നും. ഇപ്പം തീരെ നമ്മൾ സംസാരിക്കുന്ന വോയിസിനകത്ത് ഫുള്ള് ഡിസ്റ്റർബൻസസ് ആണ്, മാത്രമല്ല നമ്മുടെ വീഡിയോക്ക് തീരെ ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കയറി നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമ്പർ ഓഫ് വീഡിയോസ്. നമ്മൾ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യണം, അത് എത്ര ദിവസം ഇടവിട്ട്, അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഭയങ്കര വലിയ ഘടകം തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്, നിങ്ങളൊരു ബിഗിനറാണ്, ഇപ്പോൾ റീസെൻ്റ്ലി ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡെയിലി ഒരു 3 വീഡിയോ എങ്കിലും വെച്ച് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. യൂട്യൂബിൻ്റെ ഒരു പോളിസി അനുസരിച്ചിട്ട് അവർ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട്. നമുക്കിപ്പം ഡെയിലി എത്ര വീഡിയോ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 10 വീഡിയോ ചെയ്യാം, 15 ചെയ്യാം, 20 ചെയ്യാം, 25, നമുക്ക് പറ്റുന്ന വീഡിയോ എത്ര നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിൽ വെറും 3 വീഡിയോ മാത്രമേ യൂട്യൂബ് വേറൊരാളിലേക്ക് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, വേറൊരാളിലേക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളിപ്പം 10 ചെയ്താലും 15 ചെയ്താലും അവർ 3 മിനിമം അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡെയിലി 3 വീഡിയോ വെച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും 1-2 വീഡിയോ അവർ തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു മിനിമം നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 3 വീഡിയോ എങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ അത് പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്താൽ മതി. ഒരു വീഡിയോ വെച്ച് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് 30 വീഡിയോ ആവും. നിങ്ങൾ ഈ 30 വീഡിയോ ആവുന്ന ടൈമിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ 0 തുടങ്ങിയ സമയത്തുണ്ടായിരുന്നതിനെക്കാട്ടിയും ഒരു ഗ്രാജുവൽ ഗ്രോത്ത് നിങ്ങൾ ആ 30ാമത്തെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിന് കിട്ടിയിരിക്കും. ഇനി നിങ്ങൾക്ക് അതും പറ്റില്ല, അതും പാടാണ്. ഈ പറയുന്ന പോലെ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോ മാത്രമേ നിങ്ങൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനൊരു പ്രോപ്പർ ടൈമിങ് വെക്കുക. നിങ്ങളിപ്പം ആഴ്ചയിൽ 2 ദിവസം, ഇപ്പോൾ ശനി ഞായർ മാത്രം നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതെന്നിരിക്കട്ടെ, നിങ്ങൾ എല്ലാ ശനി ഞായറും വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഈ ശനി ഞായർ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതും അതേ ടൈമിൽ. അതാകുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പം 10 പേരാവട്ടെ, 20 ആവട്ടെ, 30 പേരാവട്ടെ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ നോക്കിയിരിക്കും. ഈ പറയുന്ന പോലെ നിങ്ങൾ അടുത്ത ഞായറാഴ്ച, അടുത്ത ശനിയാഴ്ച നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ നോക്കിയിരിക്കും. അപ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കും. നിങ്ങളൊരു പ്രോപ്പർ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക.
അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചാനൽ അതുപോലെ ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസം ഇടവിട്ടിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു വീഡിയോൻ്റെ ക്ലാരിറ്റി അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം, ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറയുന്ന പോലെ ഒരു മാസം കണ്ടിന്യൂസ് നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ വെച്ച് നിങ്ങൾ ഇട്ട് നോക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 30ാമത്തെ ദിവസം ആ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് നിങ്ങളുടെ ചാനലിൽ വന്ന ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. ഇപ്പോൾ 10 ദിവസം കണ്ടിന്യൂസ് വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 മാസം വേറെ വല്ല പണിക്കും പോയി പിന്നെ ഒരു വീഡിയോ വന്നിട്ടു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ചാനലിന് കിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ നന്ദിയുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. മാത്രമല്ല പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ സബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.